അപ്പോൾ ഇന്ന് തമ്പ്നെയിൽ കണ്ട പോലെ തന്നെ റൂം ജസ്റ്റ് ഒന്ന് മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലൊരു ക്ലീനിങ്ങും ഒരു റീഅറേഞ്ച്മെൻറ്റും ഒക്കെ. കണ്ടിന്യൂസ് ഉള്ള ഡ്യൂട്ടിയും പെരുന്നാളിലെ ഷോപ്പിങ്ങും ഒക്കെ കാരണം റൂം ഭയങ്കരമായിട്ട് അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു. ഞാൻ എല്ലാ 2 വീക്സ് കൂടുമ്പോഴും ക്ലീൻ ആക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ കുറച്ച് വൈബ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ ഞാൻ റൂമിലോട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതാ പതിയെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡിമാർട്ട് പോയപ്പോൾ ഇച്ചിരി കുറച്ച് നല്ല ഐറ്റംസൊക്കെ ഞാൻ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുമല്ലോ. പിന്നെ ഹോസ്റ്റൽ റൂം ആയതുകൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുവരുന്ന മാറ്റത്തിൽ പരിമിതികളുണ്ട്. കാരണം നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥലമല്ലല്ലോ. എന്നാലും നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ സ്വർഗം എന്ന രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്താൻ നോക്കാറുണ്ട്. കാരണം ഇത് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കണേ. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ ഭയങ്കര ബോറായി സ്റ്റക്കായി ഒന്നും ശരിയാവുന്നില്ല എന്നൊക്കെ തോന്നുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഭയങ്കര ഡിപ്രഷൻ ആകുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലം കുറച്ച് ഭംഗിയായിട്ട് ഒരു പീസ്ഫുള്ളായി നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ക്യൂട്ടായ ഐറ്റംസ് കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം, സാധാരണയിൽ നിന്നും എന്തെങ്കിലും ഒരു മാറ്റം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നല്ല വൃത്തിയുള്ള ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് എന്തെങ്കിലും ഒന്നിക്ക് കട്ടിലെ ഷേപ്പ് മാറ്റിയിടുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കി അപ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അത്രയും നേരം നമ്മളെ മൈൻഡ് ഇൻവോൾവ് ആവും ആ കാര്യത്തിൽ. എന്നാ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്, വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു പുതിയൊരു ഡേ തുടങ്ങുന്ന പോലെ ഫീൽ ചെയ്യും. ഓക്കെ എന്നുള്ളൊരു തോന്നൽ അത് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവേ. ഞാൻ എന്തായാലും ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാട്ടോ. കാരണം എൻ്റെ ഫ്ലാറ്റിൽ 3 റൂമുണ്ട്. അതിനകത്ത് എൻ്റെ റൂമിൽ ഞങ്ങൾ 2 പേരാണ് താമസിക്കുന്നത്. ഒന്ന് അശ്വിനി, അവളെ ഞാൻ അപ്പൂന്ന് വിളിക്കാം. അങ്ങനെ ഇതവളുടെ പൂജയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്, റൂമിൽ സൈഡിലായിട്ട്. ആദ്യമൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റാൻഡും ഇത്രയും സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റായി കൊടുത്തത് ഞാനാട്ടോ. മിക്ക സമയത്തും ക്ലീൻ ആക്കുന്നത് ഞാൻ തന്നെ. പീരീഡ്സിൻ്റെ സമയത്തൊന്നും അവിടെ ക്ലീൻ ആക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. ആ സമയത്ത് ഞാൻ അവളുടെ തീരുമാനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ചുരുക്കം അവളെക്കുറിച്ച് പറഞ്ഞു വന്നത്, റൂമിനകത്ത് ഞങ്ങൾ 2 പേരും ഒരേ വൈബിലാളായതുകൊണ്ട് തന്നെ എന്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലും അങ്ങനെ ക്ലീനായിട്ട് അവിടെ കിടക്കും. നമുക്കറിയില്ലല്ലോ, ഹോസ്റ്റലേഴ്സൊക്കെ ആകുമ്പോൾ പല ആൾക്കാരും താമസിക്കുന്നതുകൊണ്ട് എല്ലാവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ. പക്ഷേ ഞങ്ങൾ 2 പേരും ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ ക്ലീനാക്കുന്ന കാര്യത്തിൽ അവളും സാറ്റിസ്ഫൈഡാണ്, അവളെന്തെങ്കിലും മാറ്റം വരുത്തി ഞാനും സാറ്റിസ്ഫൈഡാണ്. സ്വന്തം വീട് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അവൾക്കും താല്പര്യമുണ്ട്, എനിക്കും താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഏരിയയും ഞാൻ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്ന് റീഅറേഞ്ച് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ ഇവിടേക്ക് ഒന്ന് ഒതുക്കി വെക്കണം. ചില സമയത്ത് നാരായണത്തെ പ്രാന്തനെ പോലെ തോന്നാറുണ്ട്. ഇതെടുത്ത് അവിടെ വെക്കും, പിന്നെ അവിടെ നിന്ന് ഇവിടെ വെക്കും, അങ്ങനെ കുറേ സമയം ഇടയ്ക്ക് വേസ്റ്റ് ആവും. ഇനി കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഞാൻ ഹോസ്പിറ്റൽ റിസപ്ഷന് താഴെ ഒത്തിരിയായിട്ട് കണ്ടിട്ട് വെച്ചാണ്, ഒരുപാടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പൊട്ടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ അതും അവിടെ ഒരു ഭംഗിയായിട്ട് കൊണ്ടുവച്ചു. കാരണം അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണല്ലോ ഇത്. അപ്പോൾ വെള്ളത്തിനകത്താണെങ്കിലും മണ്ണിനകത്താണെങ്കിലും അത് നല്ല അടിപൊളിയായിട്ട് അവിടെ ഇങ്ങനെ ഗ്രോ ചെയ്തോളും. അങ്ങനെ ഒരുവിധമൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ തന്നെ ഒന്ന് കുറച്ച് നോക്കി ആസ്വദിക്കും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു ബുദ്ധിമുട്ടും എൻ്റെ മുഖത്തില്ലായിരുന്നു. കാരണം ഇൻട്രസ്റ്റ് ഉള്ള പണിയായതുകൊണ്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം. കുളിച്ച് വന്ന് ഞാനൊരു സമാധാനത്തിൽ അവിടുത്തെ ഒരു ഭംഗി അങ്ങോട്ട് ആസ്വദിച്ചും സമാധാനത്തോടെ കുറച്ച് സമയം ഇരുന്നു. എല്ലാം കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം 1 മണി ആയിരുന്നു. എൻ്റെ ഈദിന് ഡ്രസ്സ് ഓൾട്രേഷൻ കഴിഞ്ഞ് കിട്ടാനുണ്ട്. അതിപ്പോൾ ഏകദേശം വരാറായി. ഇനിയിപ്പോൾ ഉള്ള പ്ലാൻ എന്ന് വെച്ചാൽ മെനിക്കെയറും പെഡിക്കെയറൊക്കെ വീട്ടിൽ വെച്ച് ചെയ്യണം. റീസെൻ്റ്ലി ഞാനൊരു പപ്പായയുടെ ഫേഷ്യലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒരു 3-4 ദിവസം നല്ല ബ്രൈറ്റ്നസ് ഫേസിൽ കിട്ടും. ഇതിൻ്റെ നമുക്ക് സെറ്റ് ആവാൻ വേണ്ടി പറ്റും. ഇനി ഐബ്രോ ചെയ്യാൻ വേണ്ടി ഒന്ന് പുറത്ത് പോകണം. മെഹന്തി ഇടണമെന്ന് ആഗ്രഹമുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ പുറത്ത് പോയിട്ടൊന്ന് ഇടണം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പറ്റുന്ന പോലെ എടുക്കാം, അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.